ഗ്യാസില്ലാന്ന് കരുതി നമുക്ക് മക്കളെ പട്ടിണിക്കൊന്നും വിടാൻ പറ്റത്തില്ലല്ലോ. അടുപ്പിൽ തീ കത്തിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും കഷ്ടപ്പെട്ട് അടുപ്പിൽ തീ കത്തിച്ച് ഇവിടുത്തെ എൻ്റെ ഇഡലിക്കുട്ടമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഞാൻ അങ്ങനെ അടുപ്പിൽ വെക്കുന്നതേ അല്ലെന്നുള്ള കാര്യം. ഞാൻ ഏറ്റവും കൂടുതൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് ഏറ്റവും അധികം ഗ്യാസ് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് നന്നായി ബുദ്ധിമുട്ടുണ്ട്. അടുപ്പിൽ തീ കത്തിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമുക്കിതൊക്കെ ചെയ്തില്ലേ, ഇതൊക്കെ തരണം ചെയ്തില്ലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഹോട്ടലുകാർക്ക് ഹോട്ടലൊക്കെ അടച്ച് വേണമെങ്കിൽ ഇടാം അല്ലേ. പക്ഷെ നമുക്കൊരു വീട്ടമ്മമാർക്ക് അടുക്കള അടച്ചിടാൻ ഒരിക്കലും കഴിയില്ല. എന്തെങ്കിലും ഇപ്പം വിറകില്ലെങ്കിൽ പോലും ഓലക്കാലോ വെച്ച് കരിയിലയോ വെച്ച് എന്തെങ്കിലും തീ വെച്ച് തീയരിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേ മതിയാവൂ. അപ്പം നമ്മളത് ചെയ്തേ മതിയാവൂ അല്ലേ. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളൊക്കെ തരണം ചെയ്യുമെന്നേ. എല്ലാം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കുള്ള കോഴിക്കട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുക. 4 മണിയായപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി ഞാനൊരു കോഴിക്കട്ട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇച്ചിരി തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ച് മോനിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടോ മക്കൾക്ക്? എല്ലാവരും ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ലല്ലോ. ഇത് എൻ്റെ ഇഡലിക്കുട്ടയൊക്കെ ഉണ്ടോ, എനിക്ക് സങ്കടം വരുന്നു കേട്ടോ. അത് കരിയും പുകയും ഒക്കെ ആയി. അത് കഴിഞ്ഞ് അവർക്ക് ഇഡലിയൊക്കെ ഇതൊക്കെ എന്താ പറയുക, ഇഡലിക്കുട്ടോ അതൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഇവിടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു കെട്ട് തുണി മടക്കാൻ കിടപ്പുണ്ട്. ഇതെല്ലാം മടക്കി തീരുമ്പോഴത്തേന് ഇന്നൊരു വഴിയാകും. അതിനുള്ളിൽ നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട്. കോഴിക്കട്ട അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ കോഴിക്കട്ട മോന് വാരിയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് വേണം ബാക്കി തുണിയൊക്കെ മടക്കി വെക്കാൻ. ഇന്ന് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് പോയത്. ഒരു കോഴിക്കട്ട കഥയും ഗ്യാസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകും.